ഹലോ, അസ്സലാമലൈക്കും. 2-3 ദിവസമായില്ല നമ്മൾ കണ്ടിട്ട്. ഫോണ് കേടായിപ്പോയി. ഫോണിലുള്ള എല്ലാം നഷ്ടപ്പെട്ടു. എടുത്ത് വെച്ച വീഡിയോസും കാര്യങ്ങളൊക്കെ നഷ്ടപ്പെട്ടു റിക്കവർ ചെയ്തപ്പോൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. കുറേ ദിവസമായി നമ്മൾ നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തുള്ള ഈ പള്ളിയിൽ നിസ്കരിക്കാൻ അങ്ങനെ പോകുമ്പോൾ പള്ളി ഇങ്ങനെ കഴുകാൻ ആളുണ്ട്, എന്നാലും നമുക്ക് ഒന്ന് കഴുകണം അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നുള്ള ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുള്ള സന്ദർഭം കിട്ടി. അപ്പോൾ അതൊന്ന് വീഡിയോ ആക്കിയെന്നുള്ളൂ. ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണം. ഞാൻ ചെയ്ത് പ്രവർത്തിക്കല്ല, വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ. നാട്ടിൽ സമപ്രായ ആളുകളൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഇന്നത്തെ പോലെയല്ല. അന്നത്തെ ഹൗദ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ അരഭാഗത്തോളം വലിയൊരു ടാങ്ക് പോലെയാണ്. ഇപ്പോൾ പിന്നെ അത് കനാൽ പോലെ ചെറുതാക്കി. ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാവരുടെയും പൈപ്പ് മോഡലും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. പിന്നെ കാർപ്പറ്റൊക്കെ ഒട്ടിച്ചതാണ്. പണ്ടൊക്കെ നമുക്ക് വലിയ പായ്, നല്ല കനമുള്ള പായ് 4-5 ആളിങ്ങനെ പൊക്കണം. അതൊക്കെ ആ ഒരു ഫീലിങ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ചെയ്തു. അപ്പോൾ അതിങ്ങനെ വീഡിയോ ആക്കി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വെച്ചിട്ടാണ് നമ്മുടെ ചാനലിലൂടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം. അള്ളാന്റെ പള്ളിയുടെ പരിസരം മുഴുവനും നീ വൃത്തിയാക്കണം. നിന്റെ വീട് മാത്രം വൃത്തിയാക്കിയാ പോരാ, അള്ളാന്റെ പള്ളിയും വൃത്തിയാക്കണം. അത് ഉസ്താദന്മാരുടെ ജോലിയല്ല, അത് മുഅദ്ദിനിന്റെ ജോലിയല്ല, അത് കമ്മിറ്റിക്കാരുടെ ജോലി മാത്രമല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും ജോലിയാണ്. അള്ളാഹുവിന്റെ പള്ളിയും പരിസരവും വൃത്തിയാക്കുക. എന്താണ് പ്രതിഫലമെന്നറിയുമോ? അള്ളാന്റെ പള്ളി കെട്ടിക്കൊടുത്തവരുള്ള പ്രതിഫലം.